ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ഗെയിമാണ്. ഇത് പൈഫോണാണ്. നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഉണ്ടെങ്കിലും ഈ ഗെയിം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതായത് ഈ ഗെയിം പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ഒരു GTA 6 ക്ലാരിറ്റി ഉള്ളൊരു ഗെയിമാണ്. വേറൊന്നുമില്ല, നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോവുക. ഇതിൽ ആപ്പ് സ്റ്റോറുള്ള പിന്നെ ആപ്പ് സ്റ്റോറിൽ പോകണം. പോയിട്ട് സെർച്ച് ചെയ്ത് പോയിട്ട് കാർ ഡ്രൈവിംഗ് മൾട്ടിപ്ലെയർ MULTIPLAYER. ഓക്കെ, എന്നിട്ട് ആദ്യം വരുന്ന ഓപ്ഷൻ എടുക്കുക. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരും. അഥവാ നിങ്ങളാണെങ്കിൽ ആൻഡ്രോയിഡിലൊക്കെ കുറേ തപ്പണം. ഇതാകുമ്പോൾ 2 തിരിയിൽ കിട്ടും. ബിക്കോസ് ഇതിൽ ട്രെൻഡാണ്. ഇതിൻ്റെ ക്ലാരിറ്റി പറഞ്ഞാൽ അതാ. ഇതിൻ്റെ ക്ലാരിറ്റി പറഞ്ഞാൽ അവർ പറയുന്ന അതേ ക്ലാരിറ്റി അവർ തരും. ഇതാണ് അതിൻ്റെ ക്ലാരിറ്റി. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തിട്ട് കയറ്റിയിട്ട് ഇതിൻ്റെ വേൾഡ് കയറി ഞാൻ നിങ്ങൾക്ക് അതും കാണിച്ചു തരാം. സൂപ്പർ സാധനമാണ്, ഒന്നും പറയില്ല, അടിപൊളിയാണത്. സോ ഇത് നമുക്ക് ഇതുപോലെ ഇനിയും വെറൈറ്റി ഗെയിംസിന് വേണ്ടി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ്, ഞാൻ 15 ലെവലായി. എനിക്ക് മറ്റേ ഒരു 1 ലക്ഷം രൂപേൻ്റെ ഒരു വണ്ടി ഉണ്ട്, ഈ കണ്ണു തുറക്കണ വണ്ടി. പിന്നെ 6.5 V12 എൻജിൻ. പിന്നെ ഈ മാവർ പറയും വണ്ടി എൻ്റെ ഉണ്ട്. വേറെ കുഴപ്പമില്ല, എൻ്റെ ഓൾറെഡി വണ്ടി ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഡൗൺലോഡ്. ക്ലാരിറ്റിയാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത്. ഓക്കെ, കമോൺ, ഇൻവെന്ററി പോവാ. വീണ്ടും ഒരു മാവർ കിട്ടി, 2 മാവറായി. ലെറ്റ്സ് ഗോ. എനിക്കിപ്പോൾ കിട്ടിയില്ലേ ഒരു സ്റ്റിയറിങ്ങും? കിട്ടിയില്ലേ? സ്റ്റിയറിംഗ് ഉണ്ട് ഇവിടെ, കുഴപ്പമില്ല. പക്ഷേ പുതിയ കാറും ഇതാണ്. ഇതിനെ ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഈ വണ്ടി വേറെ വണ്ടി വെക്കാൻ പറ്റില്ല അല്ലേ? കുഴപ്പമില്ല. ഇത് അതിന് അടിക്കാൻ പറ്റിയ എല്ലാം വെളിയിട്ടിട്ടുള്ള ഐറ്റംസാണ്, ഒന്നും വളർത്തിട്ടില്ല. അതാണ് ഞാൻ ചുമ്മാ അടിക്കണം. എന്തെങ്കിലുമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഉള്ളതാണ്. പിന്നെ ഫുഡ് ഇത് ഇൻസ്റ്റാൾ വേണ്ട. ഓക്കെ, ഇതിൽ ഫുഡ് ഇൻസ്റ്റാൾ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇത് ബാക്കി എല്ലാത്തിനും വേണം. സോ നമുക്ക് എൻ്റെ ക്ലാരിറ്റി ഒന്ന് കാണിച്ചിട്ടതാ. ഇതാണ് മാവറോക്ക്. ഇത് 2 ഉപ്പൻ്റെ ഉണ്ട്. ടോട്ടലി 2 എൻ്റെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോണ വണ്ടിയാണ്. 250 km/h പോണ്. എങ്ങനെ പോയാലും ഒരു 10 സെക്കൻഡ് അടിയിൽ നമുക്ക് കിട്ടുള്ളൂ. അത്രയും ഇത്. പിന്നെ ഇതെന്ന് അതർ സ്പീഡിലുള്ള നമുക്ക് വേണ്ടത് പറഞ്ഞാൽ ഈ വണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ എടുത്ത് എടുക്കാൻ പറഞ്ഞത്. നമ്മൾ ഈ വണ്ടി ഒന്ന് നമ്മൾ ഓടിച്ച് നിങ്ങൾ കാണിച്ചു തരാനാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അതിൻ്റെ പ്ലേസ് പറഞ്ഞ സ്റ്റിയറിങ് കാണുന്ന ക്യാമറകൾ അവർ പറഞ്ഞത്. ഇതിൻ്റെ റിയാലിറ്റി പറഞ്ഞാൽ നമ്മളെ ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ അത് ഞാൻ പിടിച്ചിങ്ങനെ അമുത്തുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് ആയിട്ടും വേണ്ട. പിന്നെ എക്സോസ്റ്റിനൊക്കെ പുകയും പോകുന്നില്ല, കാണാനറിയില്ല. പിന്നെ എക്സോസ്റ്റിൻ്റെ എക്സോസ്റ്റ് പൊട്ടണതും കൂടെ കാണിച്ചിട്ട് ഞാൻ അതാക്കാം. കണ്ട അപ്പം പൊട്ടി തോന്നുന്നു, എനിക്കറിയില്ല. പൊട്ടിക്കട്ടെ, പൊട്ടി. എക്സോസ്റ്റി നോക്കിക്കോളൂ, ഇപ്പം തന്നെ നോക്കിക്കോളൂ. പൊട്ടി. നല്ല നോർമൽ ഫയർ പോകുന്നുണ്ട്, കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ല. ഗൈസ്, ഈ എന്ന് പറയുന്ന ഈ സാധനം കേട്ടോ നമ്മൾ ഏകദേശം 5 മണിക്കൂർ അടുപ്പിച്ച് ഓഫ് ചെയ്യാണ്ട് നമുക്ക് കളിക്കണം. അങ്ങനെ എങ്ങാനും കളിക്കുകയാണെങ്കിൽ കണ്ണടിച്ചു പോലും വെച്ച്. കാരണം ഇതിന് ക്ലാരിറ്റി കുറയുണ്ട്. അൾട്ര ആയിട്ടിരിക്കുന്നത് വീടിന് വൈഫൈ നെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ വൈഫൈ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇട്ടാൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അയ്യോ, XP ബോർഡ് എടുക്കണം. ഇതാണ് XP ബോർഡ്. പിന്നെ ചുമ്മാ ഒന്നുമില്ല തട്ടണത്. ഇതിങ്ങനെ തട്ടുമ്പോൾ നമുക്ക് തട്ടുമ്പോൾ ഇത് 2 ബോർഡ്സ് സ്മാഷ് മേലെ കളിത്താ 250 രൂപ നമുക്ക് കിട്ടും. അപ്പം ഒരേ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ നൈട്രോ കാണുന്നെങ്കിൽ എക്സോസ്റ്റ് ഉണ്ടാകും. എക്സോസ്റ്റ് കണ്ടില്ലെങ്കിൽ പിന്നെ റിവൈൻഡൊന്നും അടിക്കാൻ നിൽക്കണം, ഞാൻ കാണിച്ചു തരാം. ഇതാണ് NOS കണ്ട, അതിൽ പിടിക്കാൻ
200 ഇതിന് അടിക്കാൻ പറ്റുമോ? അടിച്ചു അത്രയാണ്. പിന്നെ ഇതൊരു പെട്രോൾ എഞ്ചിനാണ്. അത് കാരണം എൻ്റെ ഇതുവരെ ഡീസൽ എഞ്ചിൻ ഉള്ളത് പറഞ്ഞാൽ ഒരു മാവിയർ എന്ന് പറഞ്ഞാൽ അതാണ് ഒറ്റ ഡീസൽ എഞ്ചിൻ എനിക്കുള്ളത്. പിന്നെ ഉള്ളതെല്ലാം നോർമൽ തന്നെ. എല്ലാം ഡീസൽ എന്ന് പറയാൻ ആ 2 മാവിയറേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പെട്രോൾ എഞ്ചിൻസ് ആണ്. ആ പെട്രോൾ എഞ്ചിൻസേ ഞാൻ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഓഫ് റോഡിങ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഡീസൽ എടുക്കുള്ളൂ. കാരണം നിങ്ങളിത് വളരെ റിയൽ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കുമോ. പെട്രോളിനെ കാട്ടി ഓഫ് റോഡിങ്ങിൽ അത് കേട്ടോ, ക്ലിയർ ആയി കേട്ടോ. ഓഫ് റോഡിങ്ങിൽ അയ്യോ പക്ഷെ ഒന്നും ആവില്ല. അതാണ് ഓഫ് റോഡിങ്ങിൽ നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരേ ഒരു വണ്ടിയാണ്. അതായത് ഡീസൽ വണ്ടികളല്ല ഗൈസ്. അതൊരു ആണി അടിക്കുകയാണ് അതിൻ്റെ സംഭവമാണ് ഗൈസ്. അത് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ ഈ ഡീസൽ വണ്ടികൾക്ക് ഒന്നാമത് എഞ്ചിനും വലുതാണ്, പവറും കൂടുതലാണ്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1997 മോഡൽ നിസാൻ പെട്രോൾ എത്ര സ്പീഡിലാണെന്ന് അറിയുമോ ഗൈസ് അത് പോണത്? സ്പീഡ് കുറവായിരിക്കും, സ്പീഡല്ല ഓഫ് റോഡിൽ പുഷ്പം പോലെ അത് കയറും. ഞാൻ എനിക്ക് വീഡിയോയിലൊരു വീഡിയോ കാണുന്നത് ഫുള്ള് ചളിയായി നിൽക്കുന്ന വണ്ടി, ചെറുതായി അവര് തൊട്ടത് വണ്ടി പറക്കും. അതിലൊന്നും ചെയ്തില്ല, അവർ ടയർ മാത്രം ചേഞ്ച് ചെയ്തിട്ടു, കളറും ചേഞ്ച് ചെയ്തു. ആ ഒരേ ഒരു കാരണം കൊണ്ട് അവർ പോയി. പിന്നെ എഞ്ചിൻ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും, ഇല്ലാണ്ട് ചുമ്മാ ഒന്നും ഇങ്ങനെ ഈസി ആയിട്ട് ഓഫ് റോഡ് കയറില്ല. സോ ഇതാണ് നമ്മളുടെ വണ്ടി. അയ്യോ സ്റ്റിയറിംഗ് തിരിക്കാൻ മറന്നേ. നന്നായി വണ്ടി ഇങ്ങനെ തിരിച്ച് ഒടിച്ച് കൊണ്ടുവന്ന് ഒരു ഇടിയൊക്കെ ഇടിച്ച് ഇങ്ങനെ നിർത്താം നമ്മളാ വൈബ്. ഇങ്ങനെ നിർത്താം. അപ്പോൾ ഈസി. ഇതിൻ്റെ ലുക്ക് വൈസ് എത്രയുണ്ട്, ഇതിൻ്റെ സ്പീഡ് വൈസ് എത്രയുണ്ട്, നൈട്രോ ഇട്ട നോക്കോ. അതിന് സ്റ്റാർട്ടിങ് പവർ ഇട്ടാൽ ലേശം കൂടെ സ്പീഡ് ഉണ്ടോ. നമുക്ക് ടെസ്ലയാണ് നിർത്താം. ടെസ്ല ഇങ്ങനെ സ്ലോ ആയിട്ട് ബാക്ക് ടെസ്ല വന്ന് ഇടിച്ച ടെസ്ല റോമ്പേ കള്ള ടെസ്ല ഒന്ന് മേടിച്ചാലോ. സംസാരിക്കാത്തത് കാരണം ഡ്രൈവിങ്ങിൽ അതിഭയങ്കരമായ കോൺഫിഡൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹൗ ഈസ് ദി കാർ? ഓക്കെ, അപ്പം ഞാൻ പോകുകയാണ് ഗായ്സ്. ബൈ ബൈ, സീ യു ലേറ്റർ.